വിദ്യാർത്ഥിയുമായ അദിത്യനെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഫൈ മടപ്പള്ളിക്കുള യൂണിറ്റ് കമ്മിറ്റി സഖാവ് അമൽജിത്തിനെ ക്ഷണിക്കുന്നു. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ എറണാട്ടാ? അമൽജിത്ത പറഞ്ഞോ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളെ PK രമേശൻ സ്റ്റഡി സർക്കിള് ഏറ്റെടുത്ത് നടത്തുന്ന വെബിനാർ സീരീസിലെ രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ്സാണ്, രണ്ടാമത്തെ ദിവസമാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഒക്കെ പോകുന്നത്. നമ്മുടെ മടപ്പള്ളി കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ആദ്യത്തട്ടും അതേപോലെ തന്നെ മറ്റ് സഹാക്കളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഹലോ ഹലോ ഇവിടെ പറഞ്ഞോളൂ. അപ്പോ നമ്മുടെ മുന്നേ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ആദ്യത്തേട്ടനും അതേപോലെ തന്നെ ബിബിൻ ബേബി സഖാവുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തേട്ടൻ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ വലിയൊരു ക്യാമ്പസാണ്. വലിയൊരു ക്യാമ്പസാണ്. അത്രയും സാധ്യതകൾ, അതിൻ്റെ വലിപ്പത്തിനൊപ്പം തന്നെ സാധ്യതകളും അതേപോലെ തന്നെ അത്രയും സ്വാതന്ത്ര്യവും നൽകുന്നൊരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബിബിനേട്ടനെ ക്ഷണിക്കുന്നു. ബിബിനേട്ടാ. ഓക്കെ, ഹലോ, ഓഡിബിൾ ആണോ? അതെ, ഓഡിബിളാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിബിൻ. ഞാനിപ്പോൾ HCUവിൽ MA ആന്ത്രപ്പോളജി ഫൈനൽ സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആദ്യമായിട്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ SFI മടപ്പള്ളി കോളേജ് യൂണിറ്റിനെയും PK രമേശൻ സ്റ്റഡി സർക്കിളിനെയും അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളുള്ള കേന്ദ്ര സർവകലാശാലകളെ പറ്റി പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കുള്ള അവബോധം, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിയും കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കുള്ള അവബോധം വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള സെഷനുകളിലൂടെ കുട്ടികളുടെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ യൂണിവേഴ്സിറ്റിനെ പറ്റി ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം ആദിത്യം സംസാരിക്കും. ക്വസ്റ്റ്യൻ ആൻസറുകളിലൂടെയാണ് കുട്ടികളുടെ ഇപ്പോൾ സഹകളുടെ മറ്റുള്ളവരുടെയൊക്കെ ഡൗട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ യൂണിവേഴ്സിറ്റിനെ പറ്റി തരാം. നമ്മുടെ യൂണിവേഴ്സിറ്റി 1974 സ്ഥാപിതമായിട്ടുള്ള പാർലമെന്റിന്റെ പ്രത്യേക ആക്ട് വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കേന്ദ്ര സർവകലാശാലകളിൽ ഒന്നാണ്. ഏകദേശം ഇപ്പോൾ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 2300ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസുകളിൽ ഒന്നാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല. ഇപ്പോൾ തെലങ്കാനയുടെ ഭാഗമായിട്ടുള്ള ഹൈദരാബാദിലെ ഗച്ചിബൗളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കേന്ദ്ര സർവകലാശാല നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ എന്തുകൊണ്ട് HCU എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിന്റെ അക്കാഡമിക് ബ്രില്യൻസ് ആണ്. കാരണം റീസെന്റ് വന്നിട്ടുള്ള NIFR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രെയിംവർക്ക് ആൻഡ് റിസർച്ചിന്റെ റാങ്കിങ് അനുസരിച്ചാണെങ്കിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തുന്ന റാങ്കുകൾ അനുസരിച്ചാണെങ്കിലും എല്ലാ കാലത്തും എപ്പോഴും ആദ്യ 5 സ്ഥാനം പിടിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് HCU. അതുപോലെ തന്നെ UGC നടത്തിയ സർവേ പ്രകാരം യൂണിവേഴ്സിറ്റി വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് HCUവിനെ പെടുത്തിയിരിക്കുന്നത്. നാക്കിന്റെ A ഗ്രേഡോട് കൂടി ഏകദേശം 4-ൽ 3.72 സ്കോറോട് കൂടി ഇന്നും യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ടോപ്പ് നാക് ഗ്രേഡ് നേടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് HCU. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് റിസർച്ചിന്റെ പഠനം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും 50 യൂണിവേഴ്സിറ്റികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഹൈ ഇമ്പാക്ട് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഉള്ള ഒരേ ഒരു സർവകലാശാല HCU ആണ്. അപ്പോൾ ബേസിക്കലി HCUവിന്റെ അക്കാഡമിക് ബ്രില്യൻസ് കൊണ്ടാണ് ഇങ്ങനെ എല്ലാ റാങ്കിങ്ങുകളിലും ഏറ്റവും ടോപ്പിലെത്താൻ HCUവിന് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ആണ് HCUവിൽ പഠിക്കാൻ പോകുന്ന ഓരോ കുട്ടികൾക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് അക്കാഡമിക് ബ്രില്യൻസ് ആണ്, രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ അക്കാഡമിക് ബ്രില്യൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ഇവിടെ വരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മൊത്തത്തിൽ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളരെ പൊളിറ്റിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. പൊളിറ്റിക്കൽ അവയർനെസ് കൂടുതലും, പൊളിറ്റിക്കലി കുട്ടികൾ കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് HCUവിലേത്. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് HCUവിലെ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നും ഒരു മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കാരണം ഹോസ്റ്റൽ ഫെസിലിറ്റി ആയാലും മറ്റ് അക്കാഡമിക് ബ്ലോക്കുകളായാലും എല്ലാ തരത്തിലും ഏത് സെക്ഷനിൽ നിന്ന് വരുന്ന കുട്ടികളെയാണെങ്കിലും അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് HCU. പ്രത്യേകിച്ച് ഹോസ്റ്റൽസ് ആണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഇവിടെ രജിസ്റ്റേർഡ് ആവുന്ന, എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്ത് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 13ഓളം ബോയ്സ് ഹോസ്റ്റലുകളും ഏകദേശം 9ഓളം ഗേൾസ് ഹോസ്റ്റലുകളും നിലവിലുണ്ട്. പുതിയ ഹോസ്റ്റലുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് HCU. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന, ഏറ്റവും ചിലവ് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ്. ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഏകദേശം ഇപ്പോൾ MAക്ക് കടന്നു വരുന്ന ഒരു കുട്ടി, ഇപ്പോൾ ഈ വർഷം കടന്നു വരുന്ന ഒരു കുട്ടി ചേരുമ്പോൾ ഏകദേശം അടക്കേണ്ടി വരുന്നത് 3500 മുതൽ 4000 രൂപ വരെ മാത്രമാണ് ഒരു സെമസ്റ്ററിലേക്ക്. പിന്നീട് അടുത്ത സെമസ്റ്ററിൽ ഏകദേശം 2000ഓളം രൂപ മാത്രമാണ് അടക്കേണ്ടി വരുന്നത്. ഹോസ്റ്റൽ റെന്റ് ആയിട്ട് പോലും 6 മാസത്തേക്ക് 500 രൂപ മാത്രമാണ് ഒരു കുട്ടിക്ക് അടക്കേണ്ടി വരുന്നത്. അതുകൂടാണ്ട് മറ്റനേകം സ്കോളർഷിപ്പുകൾ ഇവിടെ ചേരുന്ന കുട്ടികൾക്ക് ഉണ്ട്. അതായത് ഇപ്പം ഇതിലുള്ള കുട്ടികൾ PG സ്റ്റുഡൻസ്, PGക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് PGക്ക് കടന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും അവർ എലിജിബിൾ ആണ് എങ്കിൽ, അവരുടെ ഇൻകം ലെവൽ ഇത്ര രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ മാസം 1000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ് ഏകദേശം എല്ലാവർക്കും തന്നെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് HCU എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മേന്മ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫീസ് സ്ട്രക്ചർ വളരെ കുറവാണ്. ഏകദേശം എല്ലാ കുട്ടികൾക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറാണ് HCUവിലുണ്ട്. അപ്പോൾ HCUവിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഈ വർഷത്തെ HCUവിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ മാസം 20-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർക്ക് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. SFI HCUവിന്റെ പേജുകൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്താൽ, അത് ഫോളോ ചെയ്താൽ എല്ലാവിധ അപ്ഡേറ്റുകളും കിട്ടുന്നതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി അറിയാനും, ഡിപ്പാർട്ട്മെന്റുകളുടെ എൻട്രൻസിനെ പറ്റി അറിയുവാനും, എൻട്രൻസിനെ പൊതുവായിട്ട് എങ്ങനെ നേരിടുമെന്ന് അറിയാനും, ഈ ആപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് HCUവിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയോ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിനെ പറ്റി പൊതുവിൽ അറിയാണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വരുമ്പോൾ പറയാവുന്നതാണെന്ന് തോന്നുന്നു. താങ്ക് യു ഏട്ടാ. അപ്പോൾ ഇനി അടുത്ത ഒരു ഇതിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയാനോ ആദ്യത്തേട്ടനും കൂടി ക്ഷണിക്കുകയാണ്. ആദ്യത്തേട്ടാ. ഞാൻ പറയാൻ വേണ്ടി വരുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്.
ഓക്കെ. അപ്പം ഇതുപോലൊരു ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിച്ച പി കെ രമേശൻ സ്റ്റഡി സർക്കിളിനും SFI യൂണിറ്റ് കമ്മിറ്റിക്കും എൻ്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനവും നേരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിച്ചത് മടപ്പള്ളി കോളേജിലാണ്, എൻ്റെ പേര് ആദ്യ 2 ഇയർ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് എന്തൊക്കെയാണ് എക്സ്പോഷറുകൾ ഉള്ളത്, നമ്മളെ ഭാവി പഠനത്തിനെ പറ്റി അറിയാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ തന്നെ നമ്മളെ സ്വന്തം എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു ആയുഷുണ്ട്. ഞാനും ആയുഷും നമുക്കൊക്കെ ഡിഗ്രിയിൽ മാർക്ക് വളരെ കുറവായിരുന്നു. PG പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. PG പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഡിഗ്രിക്ക് മാർക്ക് കുറവായതുകൊണ്ട് നമുക്ക് നാട്ടിലെ കോളേജുകളൊന്നും കിട്ടില്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ തന്നെ അന്വേഷിച്ചറിഞ്ഞതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എലിജിബിലിറ്റി, ഈ PG എൻട്രൻസുകൾ എഴുതുന്ന എലിജിബിലിറ്റി ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്ക് മുകളിൽ പെർസെൻറ്റേജ് നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സാമുകൾ എഴുതാൻ പറ്റും. അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ ഈ ഒരു ഓപ്ഷൻ്റെ പുറത്ത് PG പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നാട്ടിൽ കിട്ടൂല. പക്ഷേ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളെല്ലാവരെയും മുന്നിൽ ഇതുപോലത്തെ ഒരു വലിയൊരു സാധ്യത നമ്മളെ കൂട്ടുകാർ, നമ്മളെ സഹാക്കൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഈ ഒരു സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിബിന് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിം പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുമ്പോൾ കുറെ കൂടി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. എങ്കിൽ തന്നെയും ഞാൻ ബിബിന് മിസ്സായ 2 പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വെച്ചിട്ട് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ SC കാറ്റഗറി ആണെങ്കിൽ, OBC കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ, കേരള സംസ്ഥാന സർക്കാർ മാസം 3000 തൊട്ട് 3500 വരെ സ്കോളർഷിപ്പുകൾ തരുന്ന സ്കീമുകളുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുന്നേ കേന്ദ്ര ഗവൺമെന്റ് അവരെ വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെങ്കിലും ഈ നമ്മുടെ സർക്കാർ ഇപ്പോൾ അത് റീഗെയിൻ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പഠിക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാനും അതും നമ്മുടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ട് പഠിക്കാനുള്ളൊരു വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. പിന്നെ ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗ്രൂപ്പിൽ പിന്നെ മടപ്പള്ളി കോളേജിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ടും അന്വേഷണങ്ങൾ വന്നിട്ടുള്ളത് MA പറ്റിയാണ്. MA പറ്റി എനിക്ക് തോന്നുന്നത് ഇതിലൊരു ഭൂരിഭാഗം കുട്ടികളെങ്കിലും MAക്ക് ഇപ്പോൾ സയൻസ് സ്ട്രീം ആണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർട്സ് ആണെങ്കിലും, BCom ഏരിയാസ് ആണെങ്കിലും കുറേ കുട്ടികൾ MAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർ MAക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ച് സ്ട്രെസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊരു ബ്രീഫ് ഞാൻ തരാം. ഇപ്പം നിലവിൽ നമുക്ക് MA ഓഫർ ചെയ്യുന്നത് സ്കൂളുകൾ, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, SN സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഈ 4 സ്കൂളുകളാണ് നമുക്ക് MA കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഈ MA കോഴ്സുകൾ ഓഫർ ചെയ്യുമ്പോൾ തന്നെ ഈ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിൽ നമുക്ക് 7 MA കോഴ്സുകളാണ് ഉള്ളത്. 7 MA കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ MA ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ MA ഫിലോസഫി, MA ഹിന്ദി, MA തെലുഗു ഞാൻ ആരും എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല, MA ഉറുദു, MA അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, MA സാൻസ്ക്രിറ്റ് സ്റ്റഡീസ്, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീസ്. ഞാനിത് ആർട്സ് വിഷയങ്ങളിൽ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വിഷയത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഉണ്ടാവും, അതിന് പുറമെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു സെക്കൻഡറി ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു പോകാം. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെ ഒരു സാധ്യത കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് തന്നെ അന്വേഷിച്ചത്. അപ്പം MA ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്
അവർക്ക് BA ഇംഗ്ലീഷ് 50% മാർക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓപ്ഷണലായിട്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഓപ്ഷണലായിട്ടുണ്ട്, ഒരു 55% മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി 60% മാർക്കോ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഡിഗ്രി എല്ലാവരും മിനിമം ഒരു 60% മുകളിൽ മാർക്ക് സ്കോർ സെക്യൂർ ചെയ്യാൻ നോക്കുക. അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾക്ക് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഒരു മിനിമം ക്രൈറ്റീരിയ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 60% മാർക്കാണ്. അതുപോലെ തന്നെ MA ഫിലോസഫി ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, 50% മാർക്ക് മാത്രം മതി. അതുപോലെ തന്നെ ഹിന്ദി നിങ്ങൾ MA BA ഹിന്ദി എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ട് ആരും നോക്കുന്ന, ഇതുപോലെ അത് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഹിന്ദി ഉണ്ടെങ്കിൽ 40% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MA ഹിന്ദിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ MA തെലുഗു ഉറുദുവിനെ സ്കിപ്പ് ചെയ്യുന്നത്, അതൊക്കെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഒന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ MA അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ 50% മാർക്ക് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇത് വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് 55% നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇതുപോലെ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് ഏത് വിഷയത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീസ് 50% മാർക്ക് ഉണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ 55% നിങ്ങൾ ഇംഗ്ലീഷ് കോംപ്ലിമെന്ററി ആയിട്ട് ഏതെങ്കിലും വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ട MAകൾ HUവിൽ ഉള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ സയൻസ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ സോഷ്യൽ സയൻസിലേക്ക് കുറെ കൂടി കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം സോഷ്യൽ സയൻസിൽ നമുക്കുള്ള ഡിപ്പാർട്ട്മെന്റുകൾ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, MA ആന്ത്രപ്പോളജി, MA ജെൻഡർ സ്റ്റഡീസ്, പിന്നെ MEd കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലിപ്പം BEd കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചോളൂ. ഇപ്പോൾ MA ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് 50% BA ഹിസ്റ്ററിയിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് 55% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഹിസ്റ്ററി കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾ BAക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് അറിയാം എന്താ അവർക്ക് ഈ ഹിസ്റ്ററി കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആയിട്ടുണ്ട്, അവർക്ക് അത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 60% മാർക്ക് നിങ്ങൾക്ക് ഏത് ഡിഗ്രിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA ഹിസ്റ്ററിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ്, ഇതേ കാര്യം തന്നെയാണ്. 50% നിങ്ങൾക്ക് BA പൊളിറ്റിക്കൽ സയൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 55 ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോഷ്യോളജി അതുപോലെ തന്നെ 50% നിങ്ങൾക്ക് സോഷ്യോളജി BAയിൽ ഉണ്ടെങ്കിൽ, പിന്നെ 55 കോംപ്ലിമെന്ററി ആയിട്ട് സോഷ്യോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ സയൻസ് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആന്ത്രപ്പോളജി നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത കോഴ്സുകളാണ്. അത് MA ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഒന്ന് പറയത്തൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HUവിലാണ്. അപ്പം MA ആന്ത്രപ്പോളജി നിങ്ങൾക്ക് 50% മാർക്ക് ഏത് ഡിഗ്രിയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ MA ജെൻഡർ സ്റ്റഡീസ് ഇതുപോലെ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ഏത് വിഷയത്തിലുണ്ടെങ്കിലും 50% മാർക്ക് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA ജെൻഡർ സ്റ്റഡീസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സ്കൂളുകൾ കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഈ സ്കൂളിൽ 2 കോഴ്സുകളാണുള്ളത്, എക്കണോമിക്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ഇത് നിങ്ങൾ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ആണ് BA എങ്കിൽ 50% മാർക്ക് മതി. അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വിഷയങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. 60% മാർക്ക് ഉണ്ടെങ്കിൽ അതെ ഓക്കെ 60% മാർക്കാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കും. അപ്പം അതുകൂടി നോട്ട് ചെയ്യുക. പിന്നെ 4ാമത്തെ ആണ് SN സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് കഴിഞ്ഞ കൊല്ലാണ് 2 കോഴ്സ്, കഴിഞ്ഞ കൊല്ലം മുന്നേ ഒരു കോഴ്സായിരുന്നുള്ളത്, ഇക്കൊല്ലം ഒരു കോഴ്സും കൂടി വന്ന് അതിൽ മീഡിയ സ്റ്റഡീസ് ആണ്. മീഡിയ സ്റ്റഡീസ് അതുപോലെ തന്നെ മീഡിയ പ്രാക്ടീസ്, ഈ 2 കോഴ്സുകളാണ്. MA കമ്മ്യൂണിക്കേഷനിൽ മീഡിയ പ്രാക്ടീസ്, മീഡിയ സ്റ്റഡീസ് ആണുള്ളത്. ഇത് നിങ്ങൾക്ക് ഏത് വിഷയം ആണെങ്കിലും ഏത് വിഷയവും നിങ്ങൾക്ക് 55% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാം. ഈ 2 കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് പുറത്ത് ഇന്റർവ്യൂകൾ ഉണ്ടാവും. ഇന്റർവ്യൂ കൂടി ക്ലിയർ ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ കോഴ്സിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ
ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര ഇത്ര എന്താണ് സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് 15% മൊത്ത സീറ്റിന്റെ 15% SC കാറ്റഗറിയിലെ കുട്ടികൾക്ക്, 7.5% ST കാറ്റഗറി, OBCയിൽ 27% ഫുൾ സീറ്റിന് 27% OBC കാറ്റഗറിക്ക് ഉണ്ട്. EWSന് 10%, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി 5%, അതുപോലെ തന്നെ DP ഡിഫൻസ് പേഴ്സൺസ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 5% റിസർവേഷനുകളാണ് ഉള്ളത്. ഇങ്ങനെയാണ് റിസർവേഷന്റെ കിടപ്പ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും എന്നുള്ള ചോദ്യമാണ്. കട്ട് ഓഫ് മാർക്ക് ഇല്ല. അതായത് അതത് കൊല്ലത്തെ എക്സാം എൻട്രൻസ് എക്സാമിന്റെ ടഫ് അനുസരിച്ചായിരിക്കും അതിന്റെ മോഡ് പോലെ ആയിരിക്കും അതിന്റെ കട്ട് ഓഫ് വരിക. ചില കൊല്ലം ചിലപ്പോൾ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൂടും, ചില കൊല്ലം അത് കടുപ്പാണെങ്കിൽ കട്ട് ഓഫ് കുറയും. അത് ഓരോ കൊല്ലം വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമുക്ക് അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, എന്ത് തരം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, അത് എത്ര ജനറൽ ആണെങ്കിലും ചോദിക്കുക. ഒരു ചോദ്യം ഞാൻ തന്നെ തുടങ്ങിയിട്ടാ, നമ്മളിപ്പോ എൻട്രൻസ് എഴുതുന്ന നേരം എൻട്രൻസിന്റെ പരീക്ഷേന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം നിതീഷേട്ടൻ സംസാരിക്കുമ്പോൾ കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന പോലെയല്ല ഇപ്പോഴത്തെ പരീക്ഷ എൻട്രൻസ് നടക്കുന്നതെന്ന് പറഞ്ഞു. പുതിയൊരു രീതിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് അല്ലാണ്ടൊക്കെയാണ് നടക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ എൻട്രൻസ് എക്സാമിന്റെ ഒരു കിടപ്പ് എങ്ങനെയാണ്? മെജോറിറ്റി ഓഫ് ദ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റീവ് തന്നെയാണ്. പിന്നെ കുറെ കൊല്ലങ്ങളായിട്ട് സിവിൽ ഒബ്ജക്റ്റീവ് തന്നെയാണ്. പിന്നെ ചില 1-2 എക്സാമുകൾ മാത്രം ഇത് MAയിലെ എനിക്ക് കൃത്യമായിട്ട് അതൊന്നും നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ PhDയിലാണ് കുറേയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ചില സബ്ജക്റ്റിന്റെ എൻട്രൻസ് എക്സാമിന്റെ സിലബസുകൾ മാറിയിട്ടുണ്ട്. ചിലത് 100 മാർക്ക് സബ്ജക്റ്റിനുള്ള മാർക്കൊന്നും മാറി ഇപ്പം കോംപ്രഹെൻസീവ് പാസേജുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതാണ് അതായത് ഞാൻ എൻട്രൻസ് എക്സാം എഴുതി തുടങ്ങുന്ന സമയത്ത് സിലബസുകൾ ചില സബ്ജക്റ്റിന്റെ മാറി തുടങ്ങിയിട്ടുണ്ട്. MA ഹിസ്റ്ററി ഫോർ എക്സാമ്പിൾ, MA ഹിസ്റ്ററിന്റെ 30 മാർക്കാണ് കോംപ്രഹെൻസീവ് പാസേജ് എന്ന് ചോദിക്കുക. പിന്നെ ബാക്കിയുള്ള 70 മാർക്ക് തന്നെ കട്ട് ചെയ്ത് 20 മാർക്ക് ആൻഷ്യന്റ്, 20 മാർക്ക് മിഡീവൽ, 20 മാർക്ക് മോഡേൺ, 10 മാർക്ക് വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാണ് അത് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം അത് ഓരോ സബ്ജക്റ്റിനും ഇങ്ങനെ സിലബസുകൾ മാറിയുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും വേറെ ആയിട്ടാണ് സിലബസുകളൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് അക്കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വിവരണത്തെ പറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സഹാക്കൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവരോട് അന്വേഷിക്കുന്ന വഴി കുറച്ച് സിലബസിനെ പറ്റി കൂടുതലായിട്ട് കുറച്ചുകൂടി കൂടുതൽ ഐഡിയ കിട്ടും. ഇനി വേറെ ആർക്കെങ്കിലും എന്ത് തരത്തിലുള്ള ചോദ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. ഹലോ പറഞ്ഞു. ഇപ്പൊ നമ്മളെ എൻട്രൻസ് എക്സാമിന് നമ്മൾ എടുക്കുന്ന പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുക? ഹലോ ആദ്യത്തേട്ടാ, ബിബിനേട്ടാ, ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ. ഞാൻ പറയാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അത് സബ്ജക്ട് ഓറിയന്റഡ് ആണ്. സബ്ജക്ട് സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻസ്. അതായത് ഡിപ്പാർട്ട്മെന്റുകളാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഹിസ്റ്ററി ചൂസ് ചെയ്യുന്ന ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആന്ത്രപ്പോളജിനെ സംബന്ധിച്ച് ആന്ത്രപ്പോളജിയിൽ കൂടുതലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും വളരെ കുറച്ച് മാർക്കിന് മാത്രമാണ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റിപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലാണെങ്കിലും കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഏതൊക്കെ പാർട്ടുകളിൽ നിന്നാണ് അവർ ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ PGയുടെ കോഴ്സുകളിൽ ഒട്ടുമിക്ക കോഴ്സുകളിൽ കണ്ടുവരുന്നത് അവർ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഏത് പാറ്റേൺ വരണം, എത്ര പെർസെൻറ്റേജ് സബ്ജക്റ്റിൽ നിന്നും എത്ര പെർസെൻറ്റേജ് പുറത്തുനിന്നുള്ള ഇപ്പോൾ കോംപ്രിഹെൻസീവ് പാസേജ് ആണോ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചോദിക്കണം തീരുമാനിക്കുന്നത് ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്യുമ്പോൾ
നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിനെ സംബന്ധിച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡൗട്ട് ആണ് എങ്കിൽ നമുക്ക് പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത ശേഷം പറയാവുന്നതാണ്. പിന്നെ ഒരു ഡൗട്ടും കൂടി, ഇപ്പൊ സ്കോളർഷിപ്പ് അതുപോലെ ഹോസ്റ്റല്, ഈ രണ്ട് കാര്യത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ആദ്യത്തെ സ്കോളർഷിപ്പുകളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. സ്കോളർഷിപ്പുകൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് കേരള സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പുകളുണ്ട്. OBC, SC, ST, മൈനോറിറ്റി കാറ്റഗറിയിൽ കേരള സർക്കാർ തരുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അതിന് അപേക്ഷിക്കേണ്ട വിധം സ്പെസിഫൈഡ് ആയിട്ട് ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ ബാക്കി സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി വരുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുകളാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുകളിൽ മൈനോറിറ്റി സ്കോളർഷിപ്പുകളുണ്ട്. ഡിഗ്രിക്ക് ഡിഗ്രിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആണ്, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ആണ് എങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള വേറൊരു സ്കോളർഷിപ്പ് ഉണ്ട്. മറ്റൊരു സ്കോളർഷിപ്പ് സിംഗിൾ ഗേൾ ചൈൽഡ് ആണ് എങ്കിൽ എല്ലാ സിംഗിൾ ഗേൾ ചൈൽഡ്സിനും തന്നെ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. SC, ST സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. OBC കാറ്റഗറിയിലുള്ള സെൻട്രൽ സെക്ടർ OBC സ്കോളർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റും കേരള സർക്കാരും കൂടി നൽകുന്ന സ്കോളർഷിപ്പുകളാണ്. യൂണിവേഴ്സിറ്റി തരുന്ന ഒരു സ്കോളർഷിപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അതിന്റെ പേര് BBL സ്കോളർഷിപ്പ് എന്നാണ്. 8 ലക്ഷത്തിൽ താഴെ വരുമാന പരിധിയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു വർഷം ഏകദേശം 600ഓളം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. മാസം ഏകദേശം 1000 രൂപ, അതായത് ഒരു വർഷം ഏകദേശം 10,000 രൂപയോളം ആ സ്കോളർഷിപ്പിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സ്കോളർഷിപ്പാണ്. എല്ലാ മാസവും നമുക്ക് 1000 രൂപ വെച്ച് കിട്ടും. ഇതാണ് സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള പൊതുവിലുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഞാൻ പറഞ്ഞു. ഇവിടെ രജിസ്റ്റേർഡ് ആവുന്ന, എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്ത് ഇവിടെ അഡ്മിറ്റ് ആവുന്ന എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽ കിട്ടും എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു മികച്ച ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ബേസിക്കലി ഏകദേശം 13ഓളം ബോയ്സ് ഹോസ്റ്റലുകളും ഏകദേശം 9ഓളം ഗേൾസ് ഹോസ്റ്റലുകളും നിലവിൽ തന്നെ ഉണ്ട്. മറ്റു ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, എല്ലാവർക്കും ഹോസ്റ്റൽ ലഭിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും, അതായത് യൂണിവേഴ്സിറ്റിയുടെ 35 കിലോമീറ്റർ പരിധിയിൽ നിന്ന് ഉള്ളവരല്ല എങ്കിൽ എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടും. ഹോസ്റ്റലിൽ തന്നെ 6 മാസം കൂടുമ്പോഴാണ് അവർ റൂം റെന്റ് കളക്ട് ചെയ്യുന്നത്. 6 മാസത്തെ നമ്മുടെ ഹോസ്റ്റൽ റൂം റെന്റ് 500 രൂപയാണ്. എല്ലാ ഹോസ്റ്റലുകളോടും ചേർന്ന് തന്നെ ഹോസ്റ്റലുകളുടെ മെസ്സുമുണ്ട്. മെസ്സിലെ പൈസ നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് മാസം പൈസ അടക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഹോസ്റ്റലുകളെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കാര്യം. എല്ലാ കുട്ടികൾക്കും, അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ഹോസ്റ്റൽ കിട്ടിയിരിക്കും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഓരോ സബ്ജക്ട് മീൻസ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് അറിയാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പേജ് ഒന്ന് പറയുമോ? ഓക്കെ. ആ ഗ്രൂപ്പുകളുടെ ലിങ്ക്, ആ ഗ്രൂപ്പുകളുടെ പോസ്റ്ററുകളെല്ലാം ഇത് കഴിയുമ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതല്ലേ? ഓക്കെ ശരി, താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഒന്നാമത്തെ ചോദിക്കാനുള്ളത്, ഈ ആദ്യത്തെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിരുന്നു തോന്നുന്നു പഠിച്ചത്. അപ്പൊ അതിൽ നിന്ന് ഹിസ്റ്ററിയിലേക്ക് മാറാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് വേറൊരു ഇതിലേക്ക് പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ബിബിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്ത്രോപോളജി അധികം അങ്ങനെ ആരും എടുത്ത് കേട്ടിട്ടില്ല നമ്മുടെ ഇടയിലൊന്നും. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് എടുക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? ആന്ത്രോപോളജി ആ ഒരു വിഭാഗത്തിനെ കുറിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ചോദ്യം അത്, ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു, 3rd ഇയർ അവസാനമാണ് MA ഹിസ്റ്ററി ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അത് സബ്ജക്റ്റിനോടുള്ളൊരു താല്പര്യം കൊണ്ടും മാത്രമാണ് ഞാൻ പിന്നെ MA ഹിസ്റ്ററിയിലേക്ക് മാറിയത്. അപ്പം പക്ഷെ അന്നേരം അത്യാവശ്യം ഒരു സബ്ജക്റ്റായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് അതിനുള്ള റീഡിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് തുടക്കത്തിലൊക്കെ.
പക്ഷെ അത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് NCERT ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്, ഹിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി കാര്യമായിട്ട് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. പിന്നെ മാറാനുള്ള വേറെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ താല്പര്യത്തിൽ എന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കിയിട്ട് ഒരു പഠിക്കാൻ പറ്റുന്നത്, തിയറിനെക്കാട്ടും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഹിസ്റ്ററിയിൽ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നിയോണ്ടാണ് ഹിസ്റ്ററിയിലേക്ക് മാറിയത്. താങ്ക് യു ചേട്ടാ. ഓക്കെ, ആന്ത്രപ്പോളജിനെ പറ്റി ഞാൻ പറയാം. ആന്ത്രപ്പോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വളരെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് ആന്ത്രപ്പോളജിയുടെ കോഴ്സ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. പക്ഷെ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ബൂമിംഗ് ആയിട്ടൊരു കോഴ്സാണ്. പുറത്ത് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ഓഫർ ചെയ്യുന്ന റിസർച്ചിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് മികച്ച സൗകര്യങ്ങളുള്ളൊരു ഒരു സബ്ജക്റ്റാണ് ആന്ത്രപ്പോളജി. ബേസിക്കലി മനുഷ്യന്റെ ചുറ്റുപാടുകളെ പറ്റി, മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു സ്റ്റഡി എന്ന് നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ആന്ത്രപ്പോളജിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കുറച്ച് പാടായിട്ട് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ളൊരു ഇതിൽ മാത്രമാണ്. ഇപ്പോൾ ബേസിക്കലി ആന്ത്രപ്പോളജിനെ പറ്റി പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നരവംശ ശാസ്ത്രം, മനുഷ്യന്റെ പൂർവ്വകാല ചരിത്രം, ആ ഒരു തരത്തിൽ മാത്രമാണ്. അപ്പോൾ വളരെ വളരെ ഡീപ്പായിട്ടുള്ള, വളരെ വാസ്റ്റ് ഏരിയ ഉള്ള ഒരു സബ്ജക്റ്റാണ് ആന്ത്രപ്പോളജി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ആന്ത്രപ്പോളജി കോഴ്സ് ഓഫർ ചെയ്യുന്നത് 2 യൂണിവേഴ്സിറ്റികൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയും HCUം തന്നെയാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിലെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ആന്ത്രപ്പോളജി, പക്ഷെ അത് റിസർച്ച് മാത്രമാണെന്ന് എൻ്റെ ധാരണ, ഓഫർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ത്രപ്പോളജി ഇപ്പൊ MA കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് ഇനി എന്തെടുക്കാനാണ്, അല്ലെ ആന്ത്രപ്പോളജിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ടേക്ക് എന്താ ഉള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഗവൺമെന്റ് കോളേജിൽ നിന്ന് പഠിക്കുന്നതിനല്ലാണ്ട് നമുക്കിപ്പോൾ എത്രത്തോളം സെമിനാർ, ഡിസ്കഷൻസ്, ലൈബ്രറി ഫെസിലിറ്റേഷൻ, അങ്ങനെ ഓരോന്നും എത്രത്തോളം അതിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, എത്രത്തോളം നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ. ഓക്കെ, ആന്ത്രപ്പോളജിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായാലും PG കഴിയുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ റിസർച്ച് ആണ്. ആന്ത്രപ്പോളജിയിൽ ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ PhD ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU ഒക്കെ ഇന്റർ ഡിസിപ്ലിനറി നേച്ചറിൽ, അതായത് പ്യുവർ ആന്ത്രപ്പോളജി ആയിരിക്കില്ല, ആന്ത്രപ്പോളജി സോഷ്യോളജി റിലേറ്റഡ്, ആന്ത്രപ്പോളജി ഡെവലപ്മെന്റ് റിലേറ്റഡ്, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് റിസർച്ച് ഫീൽഡ്സ് ഉണ്ട് ആന്ത്രപ്പോളജിയിൽ. പിന്നെ ആന്ത്രപ്പോളജിസ്റ്റ് എന്നൊരു പൊസിഷൻ ഉണ്ട് കമ്പനികളിലും മറ്റും സർവേ നടത്തുന്നതിനും ഗ്രൗണ്ട് ലെവൽ സ്റ്റഡീസ് നടത്തുന്നതിനും പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഗ്രൗണ്ട് ലെവൽ സ്റ്റഡി നടത്തുന്നതിനും മറ്റും ആന്ത്രപ്പോളജിസ്റ്റുകളെ ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ കമ്പനികളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ, വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യുക എന്നുള്ളതാണ്. അതും ഇന്റർ ഡിസിപ്ലിനറി നേച്ചറിലുള്ള ഡെവലപ്മെന്റ് ആന്ത്രപ്പോളജി, ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്ലസ് ആന്ത്രപ്പോളജി, ഇങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി നേച്ചറിലുള്ള PhD സ്റ്റഡീസും ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ റിസർച്ച് ആണ് ഒരു PG ചെയ്യുന്ന ഒരു ആന്ത്രപ്പോളജി സ്റ്റുഡൻസിന് ഏറ്റവും ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ, ഒരു ഫ്യൂച്ചർ ഓപ്ഷൻ, ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിസർച്ച് തന്നെയാണ്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, ഇവിടുത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിനെ പറ്റിയാണ്. നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ കോർ കോഴ്സിൽ തന്നെ അസൈൻമെന്റ്സ്, പ്രസന്റേഷൻ ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ബേസിക്കലി അതിന് നിങ്ങളെ പാകപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയൊരു ലൈബ്രറി, ഒരുപാട് പബ്ലിക്കേഷൻസും ഒരുപാട് ബുക്സും അവൈലബിൾ ആയിട്ടുള്ള വലിയൊരു ലൈബ്രറി, IGML ലൈബ്രറി, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി എന്നൊരു ലൈബ്രറി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലുണ്ട്. വളരെ വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറികളിൽ ഒന്ന് തന്നെയാണ് IGML ലൈബ്രറി. വളരെയധികം പബ്ലിക്കേഷനുകളുള്ള, വളരെയധികം ബുക്സ് റെഫർ ചെയ്യാനുള്ള ഒന്നാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ധാരാളം ഓൺലൈൻ പബ്ലിക്കേഷനുകളിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ് ആവുന്ന ഏതൊരാൾക്കും ആ ഓൺലൈൻ പബ്ലിക്കേഷനുകളിലേക്ക് റെഫർ ചെയ്ത് പോകാനും അവിടെ റെഫർ ചെയ്യാനും വായിക്കാനും ഉള്ള ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി തന്നെ ഒരുക്കുന്നുണ്ട്. മറ്റൊന്ന് ഇവിടുത്തെ റീഡിംഗ് റൂമാണ്. 24/7 വർക്ക് ചെയ്യുന്ന ഒരു റീഡിംഗ് റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
വളരെയധികം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ആ റീഡിംഗ് റൂമിൽ പോയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കുക, റിസർച്ച് ചെയ്യുക, വായിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആയിട്ടുള്ള റീഡിംഗ് റൂമാണ് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നത്. നിലവിൽ 2 റീഡിംഗ് റൂംസ് നമുക്ക് വലിയ 2 റീഡിംഗ് റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടെ ഡിപ്പാർട്ട്മെന്റ് സെന്ററുകളോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ റീഡിംഗ് റൂമുകളും അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈഫൈ ആണ് എല്ലാവർക്കും. ഇപ്പോൾ ഏകദേശം എല്ലാ ഹോസ്റ്റലുകളിലായാലും ഡിപ്പാർട്ട്മെന്റുകളിലായാലും ലൈബ്രറിയിലായാലും റീഡിംഗ് റൂമിലായാലും ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. താങ്ക് യു വിപിനേട്ടാ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇപ്പോ മുഴുവനായിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം? ഹലോ, കേൾക്കാനുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഗൂഗിളിൽ നോക്കി ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ലിങ്കുകളുടെ ഡീറ്റെയിൽസ് തന്നാൽ നല്ലതായിരുന്നു. പിന്നെ ഒരു പ്രശ്നം ഇവിടെ ചോദിച്ചണമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പം പഠിച്ച് എഴുതുന്നതുകൊണ്ട് ഇപ്പം ഇംഗ്ലീഷിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് വരലില്ല. കുറേ മീൻസ് ഈ +1 +2 മലയാളത്തിൽ എഴുതിയ ഒരു കുട്ടി ഡിഗ്രി എത്തുമ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറുന്നു. പിന്നെ ആ സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും പഠിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ അത്യാവശ്യം എഴുതാൻ പറ്റും. പക്ഷെ ഇതുപോലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികമാലും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷനിലും ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആദ്യമേ ചോദിച്ചത് ചില പ്രധാനപ്പെട്ട സൈറ്റുകളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സബ്ജക്റ്റുകളുടെ സബ്ജക്റ്റ് ഓറിയന്റഡ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പോർഷനുകൾ എന്നായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുക്കുകൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്യാൻ പറയാറുള്ളൊരു ഇത് ഇഗ്നോയിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് ഓൺലൈൻ അവൈൽ ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ പറയാറ് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനുകളിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇഗ്നോയിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ്. ഇപ്പോൾ ആന്ത്രപ്പോളജി ആണെങ്കിലും എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ബാക്കി ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇഗ്നോയിന്റെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ്. മറ്റൊന്ന് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ബേസിക് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു പോർഷൻസ് ആണ്. അപ്പോൾ ഈ GK കറണ്ട് അഫയേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബൈ മന്ത്ലി നിങ്ങൾക്ക് അപ്ഡേഷൻസ് വരുന്നത് GK ടുഡേ, ജാഗ്രൻ ജോഷ് തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലുള്ള ചെറിയ ചെറിയ വെബ്സൈറ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ബൈ മന്ത്ലി തന്നെ ഇതിൽ റെഫർ ചെയ്ത ബൈ മന്ത്ലി അപ്ഡേഷൻ വരികയും ഓരോ മാസത്തെയും സ്പെസിഫൈഡ് ആയിട്ടുള്ള GK കറണ്ട് അഫയേഴ്സുകളെല്ലാം കിട്ടുന്നതാണ്. പിന്നെ മറ്റൊരു പോർഷൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചോദിച്ച് കാണുന്ന ചില സബ്ജക്റ്റുകളിലെ ലോജിക്കൽ റീസണിങ്ങും ചോദിച്ച് കാണുന്നുണ്ട്. അത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആര് ചോദിച്ചാലും ഏറ്റവും ബേസിക് ആയിട്ട് ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ
എൻട്രൻസിന്റെ പാറ്റേൺ വ്യക്തമാവും, ഏതൊക്കെ പോർഷനുകളിൽ നിന്ന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗ്രേ ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിക്കുക. ക്വസ്റ്റ്യൻസിൽ മാറ്റം ഉണ്ടാവും, പക്ഷെ ഏരിയ മാറ്റമില്ലാണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഏകദേശം 10 വർഷത്തോളമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ അവൈലബിൾ ആണ്. ഏറ്റവും ഒരു തുടക്കം എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 or 6 ചെയ്യാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇനി രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഞാനും ഇവിടെ വന്നപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ബേസിക്കലി തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് ഡെവലപ്പ് ആയതും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു കരിയർ ഗ്രോത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേർന്ന് മറ്റു പല കൾച്ചറുകളിൽ നിന്നുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 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 ആക്സസ് ഉണ്ട്. നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്കുള്ള ഒരു ആക്സസ് ഉണ്ട്. അത് ഈവൻ കമ്മ്യൂണിക്കേഷൻ ആയാലും ഇംഗ്ലീഷിലുള്ള ഡെവലപ്മെന്റ് ആയാലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയാലും എല്ലാ തരത്തിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ഈവൻ ദോ ക്ലാസ്സിലായാലും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്പേസുകളിലായാലും നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക ഏകദേശം 2 or 3 ആഴ്ച മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്താ പറയുക ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമേ അല്ല. അത് ഓർത്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ പറ്റും. ഓക്കെ താങ്ക് യു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഞാനിപ്പോ പേഴ്സണലി ആർക്കിയോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആർക്കിയോളജി MA ആർക്കിയോളജി ഒക്കെ എടുത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആർക്കിയോളജിക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ആർക്കിയോളജിനെ സംബന്ധിച്ച് MA ഇൻ ആർക്കിയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നിലവിലൊരു കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നില്ല. പക്ഷെ ആർക്കിയോളജിയിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ MA ഹിസ്റ്ററി ഓർ MA ആന്ത്രപ്പോളജിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 2 സബ്ജക്റ്റിലും ആർക്കിയോളജി എനിക്ക് തോന്നുന്നു ഓപ്ഷണൽ പേപ്പർ, ആന്ത്രപ്പോളജിയിൽ ആർക്കിയോളജി ഓഫർ ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ ആർക്കിയോളജി പേപ്പർ ഓപ്ഷണലായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പേപ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ ഐഡിയാസ് കിട്ടും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ റിസർച്ചിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആർക്കിയോളജിയിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവൻ ദോ ബോത്ത് ആന്ത്രപ്പോളജിയിലും ഹിസ്റ്ററിയിൽ നിന്നാലും ആർക്കിയോളജിയിൽ റിസർച്ച് പോസിബിൾ ആണ്. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ളൊരു പേപ്പർ ഇപ്പോൾ നിലവിൽ ഈ സെമിസ്റ്ററിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ റിസർച്ചിന് പരിവപ്പെടുത്തുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ നമുക്ക് റിസർച്ചിന് പോകുമ്പോഴേക്കും ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് പ്യൂർലി ഓൺ ആർക്കിയോളജിയിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവൻ ദോ ഡെവലപ്മെന്റ് ആർക്കിയോളജി തുടങ്ങിയ മറ്റു പല ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഫീൽഡ്സ് ഉണ്ട്, അതിലും നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. താങ്ക് യു വിനോട്ടാ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. നമ്മളിപ്പം ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് പലരും ഈ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പോസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ. അതേപോലെ ഈ കേരളത്തിലെ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഭയങ്കര വ്യത്യാസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പാർട്ട് ടൈം ജോബ് ഒക്കെ നമുക്ക് അവിടെ പോസിബിൾ ആണോ? ബേസിക്കലി പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. ഒന്ന് എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡിൽ നമ്മൾ പാർട്ട് ടൈം ജോബിന് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരേ ഒരു പ്രതിസന്ധി നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് മാത്രമാണ്. ഇവിടെ ഹൈദരാബാദ് കോർപ്പറേഷൻ ഏരിയയിൽ കൂടുതലും ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ തെലുങ്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ കുട്ടികളും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് കാണുന്നത് ട്യൂഷനാണ്. അത് ഇവൻ ദോ സയൻസ് ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും സോഷ്യൽ സയൻസ് ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും ട്യൂഷന് പോകുന്നുണ്ട്. ഏകദേശം വളരെ നല്ല വരുമാനം നേടാൻ പറ്റുന്ന നമ്മുടെ മെസ് ഫീസ് ആണെങ്കിലും ബാക്കി നമ്മുടെ ബാക്കി ചിലവുകൾക്കൊക്കെ കുട്ടികൾ ഇപ്പോൾ പൈസ കണ്ടെത്തുന്ന ഏറ്റവും നല്ലൊരു ഫീൽഡ് ട്യൂഷൻ തന്നെയാണ്, ഏറ്റവും അടുത്തുള്ള മേഖലയിൽ തന്നെ. കാരണം ഇത് ഒരു സിറ്റി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ട്യൂഷൻ കൊടുക്കുന്നതിൽ ഈവൻ 1ാം ക്ലാസ് മുതൽ +2 വരെ ട്യൂഷൻ കൊടുക്കുന്നതിൽ വളരെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ട്യൂഷന് പോകുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ
പൈസ കളക്ട് ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാവുന്നത് കാര്യം ട്യൂഷൻ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്നത്, ഓൺലൈനായിട്ട് ചെയ്യാവുന്നത് കണ്ടന്റ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ സ്റ്റുഡന്റ് ആണ് എന്നറിയുമ്പോൾ തന്നെ മറ്റു പല കമ്പനികളും നമുക്ക് പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ അത്യാവശ്യം നമുക്ക് നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട് എങ്കിൽ ബേസിക്കലി ദിവസം 1-2 മണിക്കൂറിൽ വർക്ക് ചെയ്താൽ, കണ്ടന്റ് റൈറ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ലതുപോലെ പേയ്മെന്റ് നടത്താറുണ്ട്. ഇതാണ് പാർട്ട് ടൈം ജോബിന്റെ ബേസിക് ആയിട്ടുള്ള ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു 2-3 ആഴ്ച മാത്രമായിരിക്കും ഇവിടുത്തെ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടാവുക. അത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ഇഴകി ചേർന്ന് കഴിയുമ്പോഴേക്കും ലാംഗ്വേജ് ആയാലും മറ്റു വിഷയങ്ങളിലായാലും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഇവിടുത്തെ പൊളിറ്റിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പസാണ്. പൊളിറ്റിക്കലി ഭയങ്കര ഡിസ്കഷൻസ് ആയാലും സെമിനാർസ് ആയാലും മറ്റു ടോക്കുകളായാലും അങ്ങനെ വളരെയധികം ആക്ടിവിറ്റീസ് ഉള്ള ഒരു ക്യാമ്പസാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സമയമുണ്ട് നമുക്ക്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഏട്ടാ, ഈ യൂണിവേഴ്സിറ്റി വഴിയുള്ള ഈ പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ എങ്ങനെയാ അതൊക്കെ? പിന്നെ നേരത്തെ എക്സാംസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇത് ടഫാണോ? ബേസിക്കലി നമ്മളൊരു സാധാരണ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ടഫാണോ? അതിന്റെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്ലേസ്മെന്റ് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തവണ നമ്മൾ നേരിട്ടൊരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കൊറോണ കാരണം പ്ലേസ്മെന്റ് സെല്ലുകൾ പലപ്പോഴും ഇനാക്റ്റീവ് ആയിപ്പോയി. പക്ഷെ വീണ്ടും ഇപ്പോൾ ഈ ഒരു ടൈമിൽ വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ട്. പ്ലേസ്മെന്റ് സെല്ലുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. നല്ല കമ്പനികൾ വന്ന് നമ്മളെ കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ടും മറ്റ് പല ജോബുകളിലേക്ക് നമ്മളെ ഹയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ MA കമ്മ്യൂണിക്കേഷൻ ആയാലും MA ഇംഗ്ലീഷ് ആയാലും അങ്ങനെ ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ കമ്പനീസ് പ്ലേസ്മെന്റ് സെല്ലുകളിലേക്ക് കിട്ടാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അത് ഇപ്പോ ഇവിടുത്തെ എക്സാംസ് ഒക്കെ ഈ ടഫാണോ? പിന്നെ അതിന്റെ കട്ട് ഓഫ്സ് ഒക്കെ? ഓക്കെ, എൻട്രൻസിനെ സംബന്ധിച്ച് ഇതിന്റെ കട്ട് ഓഫ് എല്ലാ വർഷവും വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര കുട്ടികൾ എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് എത്രമാത്രം ടഫാണ്. ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് വെച്ചാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കട്ട് ഓഫ് യൂണിവേഴ്സിറ്റി പറയാറില്ല. പക്ഷെ നമ്മൾ ഒരു ഏകദേശം സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പോൾ ഏകദേശം കുറേ വർഷങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ച് ഏകദേശം 75 ഇൻ ബിറ്റ്വീൻ 75 and 80 ആ ഒരു റീജിയനിലാണ് സാധാരണ പല സബ്ജക്റ്റുകളുടെയും കട്ട് ഓഫ് വരാറുള്ളത്. പക്ഷെ വളരെ കോമ്പറ്റീഷൻ കൂടിയ മറ്റ് പല സബ്ജക്റ്റുകൾക്ക് 83, 84, 85 ഒക്കെ പോയ വർഷങ്ങളുണ്ട്. കാരണം ഓരോ വർഷവും ഈ UH എൻട്രൻസ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 70,000-ഓളം കുട്ടികളാണ് എൻട്രൻസ് എഴുതിയത്. അപ്പൊ ഈ വർഷം എന്തായാലും അതിൽ കൂടുതൽ ആളുകളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പൊ കൂടുതൽ ആളുകൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാണ്ട് വിടരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അതിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന്റെ മോഡൽ കിട്ടും, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സബ്ജക്റ്റിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെയായിരിക്കും ഫീൽഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.
വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ല? പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഏകദേശം MA ഹിസ്റ്ററിന്റെ ഒക്കെ എൻട്രൻസ് വരുന്ന സമയത്ത് ഏകദേശം 30 മാർക്കിന്റെ ചോദ്യം കോംപ്രഹെൻസീവ് പേപ്പർ എന്ന് വരുന്ന കോംപ്രഹെൻസിന്റെ ഭാഗമായിട്ട് ഒരു പേസ് ചെയ്യുന്ന അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിപ്പോ നമുക്കറിയാൻ പറ്റുന്നത്, നമുക്കൊരു ബന്ധമില്ലാത്ത ഇതാണോ തരിക, നമുക്ക് ഏകദേശം അറിയുന്ന തരത്തിലുള്ള അങ്ങനത്തെ പാസേജിനെ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്ക് നിലവിൽ 100 ക്വസ്റ്റ്യനിൽ 30 മാർക്കിനാണ് കോംപ്രിഹെൻസീവ് പാസേജ് ഉണ്ടാവുക. അതിൽ 2 പാസേജാണ് ഉണ്ടാവുക, 15 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ പൊതുവെ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പാസേജുകളിലും ചോദ്യത്തിന് ഉത്തരം പാസേജുകളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അത് ചിലത് ഡയറക്റ്റ് ആയിട്ടുണ്ടാവും, ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാസേജ് ചെയ്യുമ്പോൾ പാസേജ് വായിച്ചെടുക്കാൻ അതിൽ കുറച്ചുകൂടി നമ്മൾ ഒബ്സസ്ഡ് ആയിരിക്കും എക്സാമിന്റെ സമയത്ത്. പരമാവധി ഒബ്ജക്റ്റീവ് ബാക്കിയുള്ള സബ്ജക്റ്റിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോംപ്രിഹെൻസീവ് പാസേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഡീപ്പായിട്ട് വായിക്കാൻ സമയം കിട്ടും. ഈ കോംപ്രിഹെൻസീവ് പാസേജ് നമുക്ക് കുറച്ച് വൊക്കാബുലറി കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. കുറച്ച് വൊക്കാബുലറി സാധനങ്ങൾ വരും. പക്ഷേ എങ്കിൽ തന്നെ 1, 2, 3 തവണ വായിക്കെങ്കിൽ നമുക്ക് കുറെ കൂടി ടൈം അതിന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആൻസറുകൾ അധികവും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, എങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ കണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ 2 കൊല്ലമായുള്ളൂ ഈ പാസേജുകൾ വന്നു തുടങ്ങിയിട്ട്. നിങ്ങൾ അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളതുപോലെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കൂടി പല സൈറ്റുകളിൽ നമ്മൾ വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അമൽജിത്തിനും അരുണ ആർക്ക് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു വഴി നമ്മൾ അയച്ചു തരാം. ചില ആപ്ലിക്കേഷനുകൾ ഉണ്ട്, അതിലൊക്കെ ഈ കോംപ്രിഹെൻസീവ് പാസേജുകൾ അവർ തരും. എക്സസൈസ് ആയിട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ലിങ്ക് നമ്മൾ ഇൻകോൾ മെസ്സേജസിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്തിരുന്നായിരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ഇതിലിപ്പോൾ PG പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്ന് അറിയില്ല. അതുണ്ടെങ്കിൽ തന്നെ അവർക്ക് PhD ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അതും ചോദിക്കാം. അതുപോലെ തന്നെ MSc പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. നമുക്കൊരു 5 മിനിറ്റും കൂടി സമയം വേണമെങ്കിൽ തരാം. ആർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. വേണമെങ്കിൽ ആർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം വേണം എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാത്സിനെ കുറിച്ചൊന്ന് പറയുമോ എന്നൊരു ഇൻകോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. MSc മാത്സ് ആണോ? അതെ. ഓക്കെ. MSc മാത്സിനെ പറ്റി ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ സയൻസിൽ PG ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വലിയ അറിവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഞങ്ങൾ എന്തായാലും MSc മാത്സിൻ്റെ കോൺടാക്ട്സ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട ആദ്യം MSc മാത്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും എങ്ങനെയായിരിക്കും ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും MSc മാത്സിൽ ഉണ്ടാകുന്ന കോഴ്സുകളെ പറ്റിയും എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും കോൺടാക്ട്സ് ഉടനെ ഷെയർ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ഒരു 5 മിനിറ്റും കൂടെ സമയം കൊടുക്കല്ലേ ആദ്യത്തേട്ടാ വിപിനേട്ടാ? ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് എവിടെയാ ഉണ്ടാവുക ഈ മീറ്റിന്റെ? അമൽജിത്ത് 5 മിനിറ്റ് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. 5 മിനിറ്റ് 10 മിനിറ്റ് കുഴപ്പമില്ല, എടുക്കാം, പ്രശ്നമില്ല. ഓക്കെ ഏത്തേട്ടാ, മീറ്റിന്റെ കാര്യം ഞാൻ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് റെക്കോർഡ് ചെയ്ത് എവിടുന്ന് കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മീറ്റിന്റെ റെക്കോർഡഡ് വേണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി, നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ ഒരാള് മാത്സിനെ ഹലോ, ഈ മീറ്റിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള മാറ്റർ എവിടെയാ നിങ്ങൾ പബ്ലിഷ് ചെയ്യാം? ദേവപ്രിയ എന്ന് പറഞ്ഞ ആ ക്യാമറ കൊടുക്കാം. അരുണേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് നിങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടാൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് അയച്ചു തരുന്നതായിരിക്കും. കാവ്യദാസ് എന്തോ പറയാൻ വന്നിരുന്നല്ലോ. അത് MSc ഇന്റഗ്രേറ്റഡ് കോഴ്സും കണ്ടു, നോർമൽ ആയിട്ടുള്ള കോഴ്സും കണ്ടു. അപ്പൊ രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നിനേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണോ എങ്ങനെയാണ്? MSc ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ള കോഴ്സാണ്. ഇന്റഗ്രേറ്റഡ് MSc PhD എന്നുള്ള ഓപ്ഷൻ കണ്ടു. ഓക്കെ 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 ഓക്കെ. ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസിലാണോ? ഓക്കെ, ഇന്റഗ്രേറ്റഡ് MSc PhD കോഴ്സുകൾ അവൈലബിൾ ആണ്. ഹലോ ഹലോ, പക്ഷെ രണ്ടിലും അപ്ലൈ ചെയ്യാനാവുന്നില്ല, അല്ല ഒന്നിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ 2 3 4 നമുക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫീസ് വേറെ കൊടുക്കണോ? ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് എത്ര കോഴ്സുകൾക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാ കോഴ്സുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീ റിമിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ആപ്ലിക്കേഷൻ ഫീനെയും കൂടി പറ്റി ഒന്ന് പറയാം. ആപ്ലിക്കേഷൻ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഫീസ് ജനറൽ കാറ്റഗറിയിൽ 600 രൂപയും EWS കാറ്റഗറിയിൽ 550 രൂപയും OBC കാറ്റഗറിയിൽ 400 രൂപയും SC ST മറ്റ് കാറ്റഗറിയിൽ 275 രൂപയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര കോഴ്സുകൾക്ക് വേണമെങ്കിലും നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ എത്ര കോഴ്സുകൾക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓരോ തവണയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണമെന്ന് മാത്രം. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ആകെ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ OBC കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ EWS ആണെങ്കിൽ അല്ലെങ്കിൽ SC ST കാറ്റഗറിയിൽ നിന്നുള്ളവരാണെങ്കിൽ ആ പർട്ടിക്കുലർ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. OBC NCL സർട്ടിഫിക്കറ്റ് എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. OBC NCL സർട്ടിഫിക്കറ്റ് 2018 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരാള് മാത്സിനെ പറ്റി ചോദിച്ച്, ജസ്റ്റ് ഒന്ന് പറയാം. നിലവിൽ മാത്സിന് 60% BSc മാത്സിന് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc മാത്സിന് അപ്ലൈ ചെയ്യാം. നിലവിൽ 50 സീറ്റുകളാണുള്ളത്. അതിൽ തന്നെ റിസർവേഷൻ വഴി സീറ്റുകൾ കട്ട് ചെയ്ത് പോകും. പിന്നെ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നേരത്തെ ബിബിന് പറഞ്ഞ പോലെ നമ്മുടെ അഡ്മിഷൻ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്, അത് അവർക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 2 നമ്പർ ഞാൻ ഇൻകോൾ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്, അതിലൂടെ ചോദിക്കാം. എൻ്റെയും അശ്വിനേട്ടൻ്റെ നമ്പറാണുള്ളത്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞുതരും. പിന്നെ അതേപോലെ ഈ ഇൻകോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചാറ്റിൽ വന്നിട്ടുണ്ട്. ആന്ത്രപ്പോളജി അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി ഏത് സബ്ജക്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ. ആന്ത്രപ്പോളജിക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 55% മാർക്ക് വേണമെന്നുള്ള ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ഡിഗ്രി, അണ്ടർ ഗ്രാജുവേഷൻ,
ഏത് സബ്ജക്റ്റിൽ ചെയ്തവർക്കും ആന്ത്രപ്പോളജിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, കുറച്ച് സമയം കൂടി വേണമെങ്കിൽ തരാം. ആർക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ? മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാത്ത ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് അമൽജിത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഒന്നുമില്ല, നമുക്ക് 2 സെന്ററാണ് കേരളത്തിലുള്ളത്. ഒന്ന് കോഴിക്കോടും വേറൊന്ന് കൊച്ചിയിലാണ് ഉള്ളത്. അന്ന് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 2 കൂടുതൽ സെന്റർ ആണെങ്കിൽ ഒന്ന് വിചാരിക്കേണ്ട, 2 സെന്ററുകളാണ് ഉള്ളത്. ഓക്കെ ആയിട്ടാ. അപ്പോൾ ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് സാരംഗേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട, കേൾക്കാമോ അമൽജിത്ത്? കേൾക്കാം, പറഞ്ഞ സാരംഗേട്ടൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രതിസന്ധിയുടെ കാലത്ത് സ്വപ്നങ്ങളെ പിന്തുടരാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് PK രമേശൻ സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന വെബിനാർ സീരീസിന്റെ 2ാം ദിവസമായി ഇന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മളോട് സംവദിച്ച ബിബിൻ ബേബിക്കും അതുപോലെ തന്നെ ആദിത്യ വീസിനും PK രമേശൻ സ്റ്റഡി സർക്കിളിന് വേണ്ടിയും SFI മടപ്പള്ളി കോളേജ് യൂണിറ്റിന് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്നത്തെ സെക്ഷനെ സ്വാഗതം ആശംസിച്ച SFI മടപ്പള്ളി കോളേജ് യൂണിറ്റ് സെക്രട്ടറി അരുണും അധ്യക്ഷൻ സഖാവ് അമൽജിത്തിനും PK രമേശൻ സ്റ്റഡി സർക്കിളിന്റെ പേരിലും SFI മടപ്പള്ളി കോളേജ് യൂണിറ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം.